മക്കളെ ഹായ്, ലിബാൻ സാറാണ്. അപ്പോൾ നാളെ നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സിന് എക്സാം ആണല്ലേ. അപ്പോൾ ഞാൻ ഹനീന മിസ്സൊക്കെ നല്ല ലൈവും നിങ്ങളുടെ റെക്കോർഡിങ്സ് ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഞാൻ മിസ്സിനോട് ചോദിച്ചു ഏതൊക്കെയാണ് നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് വരാനുള്ളത്. അപ്പോൾ മിസ്സ് പറയുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് ഇന്ന ക്വസ്റ്റൻസ് മിക്കവാറും മോസ്റ്റ് പ്രോബബ്ലി ചോദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ആ ഒരു പ്രഡിക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കാം, എന്താ ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോറിലേഷൻ അല്ലേ, കോറിലേഷൻ അനാലിസുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഫസ്റ്റത്തെ എന്താണെന്ന് അറിയാം. ഇങ്ങനെ ഒരു ടേബിൾ വരും, എന്നിട്ട് എന്ത് ചെയ്യും, അതിന് സ്കാറ്റർ ഡയഗ്രം വരയ്ക്കാൻ അറിയും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റൻ ആണത്. ഇതിന്ന് സ്കാറ്റർ ഡയഗ്രം വരയ്ക്കാൻ അല്ലേ, ആർക്കും ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈവൻ സ്റ്റാറ്റ് തന്നെ വലിയ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും എനിക്കിത് ചെയ്യാൻ പറ്റും. കാരണം എക്കണോമിക്സും സ്റ്റാറ്റിലൊക്കെ ഞാൻ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. ദെൻ രണ്ടാമത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, രണ്ട് രീതിയിൽ, ഒന്നെങ്കിൽ കാൾ PSSന്റെ കോറിലേഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഡിഫിക്കൽട്ട് ഉണ്ടാവുക? നിങ്ങൾക്ക് എക്സാം ചിലപ്പം നിങ്ങളുടെ ഓരോ സ്കൂളും ഓരോ രീതിയിലാണ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുക. അപ്പോൾ നിങ്ങളുടെ ടീച്ചർ നല്ല ഡിഫിക്കൽട്ട് ആയ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാം എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവും റാങ്ക് കോറിലേഷൻ ചോദിക്കാം. ഇനി അല്ല, കുറച്ചുകൂടി ഈസി ആയിട്ടാണെങ്കിൽ എന്തിനും നിങ്ങൾക്ക് PSSന്റെ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു വെച്ചോ. നിങ്ങളുടെ ടീച്ചേഴ്സ് അനുസരിച്ചുണ്ടാവും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് മാറ്റി വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ ചാപ്റ്ററിൽ റിഗ്രഷൻ അനാലിസിസ് അല്ലേ. റിഗ്രഷൻ അനാലിസിസ് കുറച്ച് ഇത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. സോ ഇവിടെ രണ്ട് റിഗ്രഷൻ ലൈൻ തരും. അതെന്ത് ചെയ്യും, നമ്മളോട് ഐഡന്റിഫൈ ദ റിഗ്രഷൻ ഓൺ X on Y ആൻഡ് Y on X. സോ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ ഈ ഒരു ക്വസ്റ്റനിൽ തരുന്നത്. നെക്സ്റ്റ് എന്താ വരുന്നത്, ലെറ്റ് 4x plus 5y minus 10 is equal to 0. So, is the regression line of X on Y is then BXY ഏതാണുള്ളത്. സോ ഇങ്ങനത്തെ ഒരു ഓപ്ഷണൽ ആയിട്ട്, അഥവാ നിങ്ങൾക്ക് മിക്കവാറും അറിയാലോ ആദ്യത്തെ കുറേ ഓപ്ഷണൽ സബ്ജക്ട്സ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അതിൽ മിക്കവാറും ഇൻക്ലൂഡ് ചെയ്തൊരു പോർഷനാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയെങ്കിൽ ഏകദേശം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പഠിക്കുന്ന കാര്യമല്ല. പക്ഷേ ഈ മോഡൽ എന്തുണ്ടാവും, എക്സാമിന് എന്തായാലും 1 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്ക് വരെ എന്തെങ്കിലും ഈ ഒരു മോഡലിൽ ചോദിക്കും. ദെൻ എലമെന്ററി കാൽക്കുലസ് എന്നുള്ള പോർഷൻ. സോ ഈ ഒരു ചാപ്റ്ററിന് ഇഫ് ദ ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ ഓഫ് എ ഫേം is given as R of X is equal to 22x minus x square, when X is a number of units sold, find marginal revenue function. മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റൻ ഇതേപോലെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, നിങ്ങൾ ചോദിക്കും. സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഇക്വേറ്റ് ചെയ്തിട്ട് കണ്ടെത്തിയിരിക്കണം. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഇവിടെ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് X ഐറ്റംസ് ഉണ്ടാവും. X ഐറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കോസ്റ്റ് ഇതാ ഇങ്ങനെ 20x² minus 160x plus 1800. ഫൈൻഡ് ദ മിനിമം കോസ്റ്റ്. സോ ഇങ്ങനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ മിനിമം കോസ്റ്റ് എങ്ങനെയായിരിക്കും, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ അതിന്റെ മിനിമം കോസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇതും ഈസിയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ഇക്വേഷന് നല്ല രീതിയിൽ എന്താണ് ഡെപ്ത് വേണം, എന്നാൽ ഈ ചാപ്റ്ററും അതിന് മുന്നത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. നെക്സ്റ്റ് എന്താ, റാൻഡം വേരിയബിളുമായി റിലേറ്റ് ചെയ്തിട്ട് എന്താണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് K. സോ ഇവിടെ FX P കാര്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വാല്യൂ ഓഫ് K കാണണം, FX കാണണം, P ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, എക്സാമിന് ചോദിക്കുന്ന നെക്സ്റ്റ് പോർഷൻ. നെക്സ്റ്റ് ഇതാ ഇതൊരു ടേബിൾ വരും. ഇതിങ്ങനെ ഇതിലുണ്ടാവും X 3 ആകുമ്പോൾ 0.2 ആണ് ഇത് P 5 ആകുമ്പോൾ K ആണ്, 7 ആകുമ്പോൾ 0.4 ആണ് P 9 ആകുമ്പോൾ P 0.2 ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ K എന്താണ്, ഇതൊരു FX ആണ്. സോ അതെന്ത് ചെയ്യണം, സോ ഇതിന് FX കാണണം, ഈ ഒരു P ആയ K കാണണം. ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. നെക്സ്റ്റ് ഇതെങ്ങനെ ചെയ്യാന്നുള്ള ജസ്റ്റ് ഒരു മോഡൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത് എന്താണ്, ഓക്കെ അല്ല, ലെറ്റ് X be continuous random variable with PDF. സോ ഇവിടെ എന്തുണ്ട്, let X be a continuous random variable with PDF എന്താ probability distribution function. സോ അങ്ങനെയാണെങ്കിൽ f(x) തന്നിട്ടുണ്ട്, ദെൻ 0 elsewhere find ഇതാ ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു f(x) വരും. ഇത് എന്ത് ചെയ്യും, നമ്മളോട് ഇത് കാണാൻ വേണ്ടി പറയും, P(x) greater than or equal to 3. സോ എന്താ മൂന്ന് സിറ്റുവേഷൻസ് വരും. ഈ ഒരു മൂന്നെണ്ണത്തിൻ്റെ നമ്മൾ P കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ നെക്സ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റൻ എങ്ങനെയാണെന്ന് വെച്ചാൽ discrete probability distribution. സോ ഈ ഒരു ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്തിട്ട് ദ മീൻ ഓഫ് എ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. സോ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചുള്ളത് എന്താ, വേരിയൻസ് ഈസ് ഡാഷ്. സോ ഇവിടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ തന്നിട്ടുണ്ട്, വേരിയൻസ് കാണാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റൻ തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് മീൻ 10 ആൻഡ് വേരിയൻസ് 8. സോ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണം, P(x) is equal to 2. സോ ഇവിടെ P(x) is equal to 2 എന്ത് ചെയ്യണം നമ്മൾ കാണാം, അഥവാ P(x) is equal to 2 ആണെങ്കിൽ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് മീൻ 10 ആൻഡ് വേരിയൻസ് 8. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണം, ഫൈൻഡ് P(x) is equal to 2 എന്നുള്ളത് കാണാം. നെക്സ്റ്റ് ഈ ഫോർ എ പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ ഗ്രേറ്റർ ദാൻ വേരിയൻസ്, മീൻ ഈസ് ഈക്വൽ ടു വേരിയൻസ്, മീൻ ഗ്രേറ്റർ ദാൻ വേരിയൻസ്, സോറി ഇത് മീൻ ലെസ് ദാൻ വേരിയൻസ് ആണ്, ഇത് മീൻ ഗ്രേറ്റർ ദാൻ വേരിയൻസ് ആണ്, മീൻ ഈക്വൽ ടു വേരിയൻസ്. സോ ഇതിലേതാണ്ട് ശരി എന്നുള്ളത് വേണം നമുക്ക് കണ്ടെത്തണം. സോ ഈ രീതിയിലാണ് മിക്കവാറും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത് പഠിച്ച് പോകുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ എക്സാമിലുള്ള മിക്ക ക്വസ്റ്റ്യൻസും ഇതുമായി റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. ഇത് മാത്രമാണ് ചോദിക്കാമെന്ന് പറയാൻ പറ്റില്ല, എന്താ നിങ്ങൾക്ക് ഇതല്ലാതെയും ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള വാക്കാണ്. അപ്പോൾ നിങ്ങളുടെ എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മക്കളെ എക്സാം കഴിഞ്ഞിട്ട് കാണാം.